നിങ്ങളെന്താ മീൻ ഉമ്മൊടുക്ക? അല്ല, കടയിൽ നിന്ന് പോന്നിട്ട് എത്ര ദോശയും ചോദിച്ചു നോക്കിയതാ. ഇതൊരു 1 കിലോ മത്തി എടുത്താ, വലിയ നോക്കിയെടുത്തോ. അവസാനം നിങ്ങൾ 1/2 കിലോ മത്തിയമ്മലെ വെക്കുള്ളൂ നമുക്ക് അറിയാം. വേണ്ട, ഞാൻ ദോശ 1.5 കിലോ അയക്കോര വാങ്ങിണ്ടോ, എനിക്ക് തൃപ്തിയാവോ? ഞമ്മള് തോറ്റു മമ്മതുറ്റാക്ക. നിങ്ങളായാലോകാരം വന്നല്ലോ, 1/2 കിലോ മത്തി എടുക്കല്ലേ? ഇന്ന് മത്തി വേണ്ട, കഷ്ണമ്മേ മതി. ഇപ്പൊ അങ്ങനായോ? ഇതെല്ലാം മുമ്പ് പറഞ്ഞ മത്തിയിലാണ് വിറ്റാമിൻ ഉള്ളതെന്ന്. വീട്ടിലെ ഇളയ മകളും മരുമകനും വന്നിരിക്കുന്നു. അതെന്താ മരുവനും വിറ്റാമിൻ പറ്റൂലേ? വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു നോക്കി. ഇതാ നിങ്ങളെ മത്തി. നിങ്ങളെ കഷ്ണമീനാ. പോകല്ലേ? വരെ അയിലുണ്ട്, മത്തിന്റെ, ബത്തലുണ്ട്, തിണ്ടുണ്ട്, സൂതുണ്ട്, ചെമ്മിയുണ്ട്, ആകോലുണ്ട്, ഐക്കോറുണ്ട്, പുരാപ്പളക്കോറുണ്ട്. വരെ മരുവൻ എപ്പോഴാ വന്നത്? കുറച്ച് നേരായിട്ടേ ഉള്ളൂ. ഓൻ എനിക്ക് നല്ലോണം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവൂല, ഈ ഇവിടെ ഉള്ളപ്പോ ഓൻ വരാറുമില്ല. എന്താ ഓനക്ക് എന്നെ പേടിയാ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഉച്ചക്ക് വീട്ടിക്ക് വാ, മരുവനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കില് മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു. 1/2 കിലോ മത്തിയല്ലേ അമ്മതൂട്ടി, അതുമല്ല അപ്പുറം തിന്ന എന്റെ വീട്ടിൽ ആളുണ്ടല്ലോ, പിന്നെ എന്തിനായി കണക്ക് പറയണത്? മത്തി 5 കിലോ വാങ്ങി കൊടുത്താലും കാടാമുച്ചന്റെ മാതിരി തിന്നു തീർക്കാൻ വീട്ടിൽ ആളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? അതും ശരിയാ. എന്നിട്ട് ഉച്ചയ്ക്ക് വരാൻ മറക്കണ്ട. ഉച്ചഭക്ഷണത്തിന് വരാൻ മറക്കേ? അതിന് ആള് വേറെ മാറി വരേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ചെയ്യ്, നീ നടന്നോ, എനിക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട്. മമ്മദുട്ടിയാക്ക, ഞാനിപ്പോ ഒരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നോ? പെണ്ണുങ്ങളൊന്ന് ആസ്പത്രി കൊണ്ടുപോകണം. മറ്റന്നാളെ അവളെ പ്രസവത്തിന്റെ ഡേറ്റ്. അല്ല, ഓളെ ആശുപത്രി കൊണ്ടോണ്ടത് ഇപ്പൊ ജോ അതോ ഞാനോ? കൊണ്ടോണ്ടൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല. നിങ്ങളൊരു 500 റുപ്യ കടം തരണം. എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നലെ വെള്ളം ഉണ്ടായത് ആണോ? 9 മാസം മുമ്പ് എനിക്ക് അറിയില്ല എന്റെ പെണ്ണുങ്ങൾ 10-ാം മാസം പെറുന്ന്. ഇതുവരെ എന്തെടുക്കാനി ജി? ഓ പൈസ ചോദിച്ചാൽ വന്നിടിപ്പോ. ഈ ആദ്യക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആൾക്കാരെ ചവിട്ടണം. മമ്മൂട്ടേക്ക, എന്തൊക്കെ നിങ്ങള് വർത്താനം? മലയാളം തന്നെ. ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരുമ്പോ ഓനൊരു ചോദ്യ എന്തൊക്കെ നിങ്ങളെ വർത്താനം. ആ ചോദ്യം കേട്ടാ തോന്നുന്നു ഈ നാട്ടിൽ കേട്ട് വരുന്നത് തന്നെ എന്റെ വർത്താനം അറിയാനാണെന്ന്. അല്ലാതെ ഒരു കാലിച്ചായ പോലും എന്റെ കൈകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നാണ് എന്റെ വർത്താനം അറിയാന്. ഏതയാള്? മാറിയാമാ, ആനവർച്ചി മാറിയമ്മ, അന്ന് സൗണ്ട് കേൾക്കാൻ വിളിച്ചതല്ലേ ഞാൻ. എന്നോട് കൊണ്ടുവരും. എന്തേ? മീനാണെങ്കിൽ ഔത്തിക്ക് വെച്ചാ പോരെ, മിറ്റത്ത് നിന്ന് ആർക്കണോ? കുറച്ച് പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി. അത് നീ കൊണ്ടുവരാൻ എന്റെ വല്യപ്പ ചാലപ്പുറത്തെ കുട്ടിരായും പോവോ? ഞാൻ തന്നെ പോണ്ടേ? അല്ല, ഉച്ചക്കുള്ള ചോറിനായിരിട്ടോ? ചോറ് വന്നിട്ട് നേരം കുറയായി. എന്താണ് അതിപ്പോൾ നഷ്ടമല്ലോ. എനിക്കൊന്ന് ഉച്ചക്ക് ഇവിടെ ചോറ് വെക്കണ്ട. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മൂസക്കോയ. അത് നന്നായി. ഇന്നെങ്കിലും പെരയുള്ളവർക്ക് പള്ളറച്ച് ചോറ് തിന്നാലോ. അങ്ങനെ ഇപ്പൊ നിങ്ങള് പള്ള ഫുള്ളാക്കണ്ട. എനിക്കുള്ള ചോറ് ഒരു പാത്രത്തിൽ എടുത്ത് മൂടി വെച്ചാളാ. അന്തിക്ക് തിന്നാലോ. വൈകുന്നേരം അത്രയും അരി കുറച്ചിട്ടാ മതി. പിന്നെ മീൻ ബാക്കിയാക്കണമെന്നില്ല. മൂസക്കോയ കണ്ടമീൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടമീൻ തിന്നുമ്പോ നിങ്ങൾ തിന്നണ മത്തിന്റെ കണക്ക് പറഞ്ഞ് വെറുതെ എന്റെ നലിയും വലിയും കളയണില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നലിയും വലിയ. എന്റെ മാപ്പിളായി നിൽക്കാൻ അത്ര നലിയും വലിയൊക്കെ മാറ്റി. ആയിക്കോട്ടെ, ഞാൻ തോറ്റ്. ഇപ്പൊ ജയിച്ചാലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ പോവാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്ന അങ്ങേക്ക് പോണേനൊന്നും തരക്കേടില്ല. അവിടെ ചെന്ന് കണക്ക് പറയാൻ നിൽക്കരുത്. ഓല് പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങള് ഓൽക്ക് തോന്നിയ പോലെ വെക്ക് തിന്നേ ചെയ്തോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് തിന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോന്നാ മതി. ഇപ്പൊ എന്റെ വലിയ നടന്ന് ക്ലാസ് എടുക്കുക.
എന്നാ മീന് കഞ്ഞിന്റെ വെള്ളം ഉണ്ടോ അവിടെ? കഞ്ഞിന്റെ വെള്ളം ഇല്ലാതിരിക്കാൻ അവിടെ തേങ്ങാച്ചോറല്ലേ വെച്ചക്കണത്. പിന്നെ എന്റെ ആങ്ങളെ വന്നിക്കണ്, അകത്ത് വന്ന് ഓനോടൊന്ന് ലോഗ്യം പറഞ്ഞാളി. അന്റെ ആങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് പണിയില്ലേ? അമ്മതൊട്ടിയെ എടുത്തിട്ട് കഴിച്ചോ, ഞാൻ തക്കരിച്ചാ നിക്കണ്ട. ഇന്നെ തക്കേച്ചണ്ട, അന്റെ മരുവൻ എന്താ മാണ്ടി വെച്ചാ കൊടുക്ക്. ഓ ഞമ്മളെ കുട്ടിയനല്ലേ. മതി 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 മതി. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും എടുത്തിട്ട് തീറ്റിച്ചേണ്ടില്ല. ഓർക്ക് എന്താ മാണ്ടി വെച്ചാ അവര് തിന്നോളൂ. ആ ആ ആ ആ മതി മതി, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. ആ മരുവൻ ഇട്ട് കൊടുക്ക്. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. കഴിച്ചോളിട്ടോ ആള്. ആ ആ ഇപ്പൊ തിന്നണ ഈ മീനിന് അതിപ്പോ ഹോട്ടലിലാണെങ്കിൽ 15 ഉറുപ്പ്യ വില. അല്ല ഈ വീഡിയോ വലിക്കലുണ്ടോ? ഇല്ല. ഞാൻ പണ്ട് വലിയ വലിക്കാരനേനി. പൈസ ആണല്ലോ ഈ കത്തിച്ച് തീർക്കണമെന്ന് തോന്നിയപ്പോ ഓരോ ദിവസം ഒറ്റ നിർത്തല. പിന്നെ ആ സാധനം ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നല്ലോണം കോരിട്ടോ. ഇപ്പൊ ആ കോരിട്ടത് ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു 20 ഉറുപ്പ്യ. അതും നമ്മളെ നാട്ടിൻപുറത്തെ ഹോട്ടലില്. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 30 ഉറുപ്പ്യ കണക്കാ. ഹോട്ടലിലെ കഥയൊന്നും പറയല്ലേ അമ്മതൊട്ടി, ഇത് നമ്മളെ വീട്ടിലല്ലേ. അത് ശരിയാ. അല്ലെങ്കിൽ ഈ തിന്നണേന്റെ കണക്കിങ്ങനെ പറയണേ എനിക്ക് തീരെ ഇഷ്ടല്ല. അല്ല വെറ്റില മുറുക്കലുണ്ടോ? ഇല്ല, അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ആ ഞാൻ ഈ വലി നിർത്തിയപ്പോ അതിന്റെ ഇടങ്ങാറൊന്ന് കുറയാൻ വേണ്ടി മുറുക്കാൻ തുടങ്ങി. 1-2 കൊല്ലം കഴിഞ്ഞ് പൈസ ആണല്ലേ ഈ ചമച്ച് തുപ്പണെന്ന് ആലോചിച്ചപ്പോ മുറുക്കൽ അങ്ങോട്ട് നിർത്തി. അതോടുകൂടി തൊള്ളക്ക് പണിയില്ലാതായി. പിന്നെ വർത്താനം തന്നെ വർത്താനം. അവസാനം അടക്ക ചമക്കാൻ തുടങ്ങി. അതോടുകൂടി വർത്താനം നിന്ന് ഇപ്പൊ അടക്ക അങ്ങനെ ചമക്കും. ഇപ്പൊ തിന്നണ ബിരിയാണി അത് ഹോട്ടലിലാണെങ്കിൽ എത്ര ഉറുപ്പ്യ എടുക്കേണ്ടി വരും? 30 ഉറുപ്പ്യ എടുക്കേണ്ടി വരും. അതും ബീഫിന്. അമ്മതൊട്ടിയെ ആ ചിക്കൻ ആണെങ്കിൽ 50 ഉറുപ്പ്യയിൽ കൂടാന്നല്ലാതെ കുറയൂല. ഈ ഇടക്ക് എന്റെ വീട്ടിക്കൊക്കെ ഒന്ന് വാ. ഇവിടുത്തെ മറ്റു 3 മരുക്കളും ഇവിടെ വരുമ്പോ എന്റെ വീട്ടിക്കും വരും. എന്റെ മകനായിട്ട് ഓലൊക്കെ വലിയ കമ്പനിയാ. ആ ഒരു ദിവസം ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. അല്ല എന്റെ മറ്റേ മക്കളും മരുക്കളൊക്കെ വന്നിട്ട് ഇപ്പൊ കൊറേ ആയോ? ഒരു മകളും മരുവനും ഗൾഫിലല്ലേ. മറ്റൊരു 2 ആഴ്ചക്ക് ഒരിക്കലൊക്കെ വരും. ഒക്കെ സ്വന്തം പുറക്കാരായില്ലേ. എന്നാലും ഈ ഭാഗ്യല്ലോനാ. എപ്പം വിളിച്ചാലും വണ്ടി വരാൻ വിലൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ചന്തിമേല ഒരു കുരുണ്ടായിട്ട് തോനെ ഇരിക്കാൻ പറ്റിയ 5-8 ദിവസമായി. അന്റെ ചന്തിമ കുരുവൊന്നുമില്ലല്ലോ. എന്നാലേ ഞാൻ നിർത്തി. നിങ്ങൾ കഴിക്കി. കുറച്ചും കൂടിയിട്ട് കഴിക്കും. മതി. ഓനിക്കൊരു കണക്കുണ്ട്, അതിലൊരു പിടി കൂടുതൽ ഓൻ കഴിക്കൂല. അൽഹംദുലില്ലാ. വർത്താനത്തിൽ ലൈസൻസ് ഇല്ലാന്നേ ഉള്ളൂ, മനസ്സ് കളങ്കമില്ലാത്തവനാ. ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോ ഓനെ വിളിച്ചിട്ടില്ലേ എനിക്കൊരു വിഷമാ. ഓന്റെ വർത്താനം കൊണ്ട് അനക്ക് വിഷമായോ? ഒരിക്കലുമില്ല. അയാൾ ഇനിയും വിളിക്കണം നമുക്ക്. എന്നാ ഇജി കഴിക്ക്, ആ. ഞാൻ അങ്ങോട്ട് എണീക്കാം. ആ ആ ആ